ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. നമ്മൾ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന വിധത്തിലുള്ളൊരു സ്വീറ്റാണ് കേട്ടോ അത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മധുരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ റവ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അധികം വറവൊന്നും ആയി വരണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വറവായി കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ടൊരു പാന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പോളം നൈസായിട്ടുള്ള റവയാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം നമുക്ക് വറുത്തെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാലിന് പ്രത്യേകിച്ചിട്ടൊരളവൊന്നുമില്ല കേട്ടോ. ഈ റവ ഇങ്ങനെ മൂടുന്ന വിധത്തിലാണ് പാലൊഴിച്ച് കൊടുക്കേണ്ടത്. നഗക്കെ ഒഴിക്കുക, എന്നിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് പാലൊഴിച്ച് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ എടുക്കുന്ന റവ വ്യത്യാസപ്പെട്ടിരിക്കും. ഞാനിവിടെ നൈസായിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. ചിലത് കുറച്ചും കൂടെ തരികളുള്ള റവ ആയിരിക്കും. അപ്പോൾ പാല് ഞാനൊരളവ് പറഞ്ഞാൽ ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ഒരു അളവിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ പാലൊക്കെ വറ്റി റവ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും, അത് കുഴപ്പമില്ല. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാനിവിടെ ചേർക്കുന്നതേ ഉള്ളൂ. നമ്മുടെ സാധാരണ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പോളം പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മധുരം കഴിക്കുമ്പോൾ ഒരു ഗുലാബ് ജാമുൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചെറിയ ചൂടോടെ കൂടെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് കുഴച്ചെടുത്താൽ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കൂല. ഇത് കണ്ടോ, നല്ല നല്ല സോഫ്റ്റായിട്ട് നല്ല നൈസായിട്ട് ഇത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനൊരു ഒരു നൂൽ പരിവൊന്നും ആകണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള റവ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഈ റവയുടെ മാവ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ അല്ലെങ്കിൽ നമ്മുടെ കുക്കി കട്ടർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ഷേപ്പാക്കി എടുക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ കുപ്പിയുടെ അടപ്പൊക്കെ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നിങ്ങളതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ തീ അല്പം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് നമുക്ക് ഇത് ഓരോന്നായി ഇട്ടിട്ട് വറുത്തെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. കണ്ടോ, അത് നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചൂടുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ അലിയിച്ച് വെച്ചില്ലേ ആ ഷുഗർ സിറപ്പ്, അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2-3 മണിക്കൂർ വെച്ചിരിക്കുക.
അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മധുരം റെഡിയാകും. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ഇനി വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.